ഹിമാചലിലെ വിജയത്തിന് പോലും പരിഹരിക്കാനാകാത്ത ഗുജറാത്ത് ക്ഷീണത്തിന് കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ കയറ്റുന്നത് ആം ആദ്മി പാർട്ടിയെയാണ്. ബി.ജെ.പിയുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് മുന്നിൽ കോൺഗ്രസ് ഉദാസീനരായി ലക്ഷ്യബോധമില്ലാതെ നിസ്സംഗരായി നിന്നാലും മറ്റാരും തങ്ങൾക്ക് ഭീഷണിയാകരുത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോഴും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ജനതയോട് കോൺഗ്രസ് പറയുന്നത് ഒന്ന് മാത്രമാണ്: ഞങ്ങളായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. മറ്റാരെയും ഒന്ന് പൊരുതി നോക്കാൻ പോലും നിങ്ങൾ അനുവദിക്കുകയും ചെയ്യരുത്. ആം ആദ്മി പാർട്ടിക്ക് ലക്ഷ്യബോധമുണ്ട്, കൃത്യമായ ദിശാബോധവുമുണ്ട്. കേജ്രിവാൾ ഹിന്ദുത്വക്കെതിരെ നിൽക്കുന്നുമില്ല, ന്യൂനപക്ഷ വിരുദ്ധത ഏറ്റെടുക്കുന്നുമില്ല. പ്രത്യയശാസ്ത്രത്തിൽ ദൃഢതയില്ല, വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളില്ല. സൗജന്യങ്ങളിലും ക്ഷേമ പദ്ധതികളിലും ഊന്നി മാത്രം പ്രചാരണം നടത്തുന്നു. മതേതര ജനാധിപത്യത്തിന് വിശ്വാസം അർപ്പിക്കാവുന്ന രാഷ്ട്രീയ സ്വഭാവമേ അല്ല ആപ്പ് ഇതുവരെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആം ആദ്മി പാർട്ടി ബി.ജെ.പിയെ എതിരിടാൻ തയ്യാറാണ്. അജയ്യരെന്ന ബി.ജെ.പി മനഃശാസ്ത്ര നിർമ്മാണത്തിൽ ആപ്പ് കുരുങ്ങി വീഴുന്നില്ല. അതിന്റെ ആദ്യ ഇരകൾ കോൺഗ്രസ് ആണ് എന്നതാണ് വൈരുദ്ധ്യമെങ്കിലും. ഗുജറാത്തിൽ ആപ്പ് ഇറങ്ങിയാൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കും എന്ന് നോക്കേണ്ട ബാധ്യത ആപ്പിനുണ്ടെന്ന് കോൺഗ്രസിന് കരുതാം. പക്ഷേ അത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമാണ്. കേജ്രിവാൾ അത് കണക്കിലെടുക്കുന്നില്ല. കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കരുതെന്ന് എങ്ങനെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടാനാവുക? ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണമടക്കം സാധ്യമായ എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും ബി.ജെ.പി പയറ്റിയതാണ്. പക്ഷേ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ആം ആദ്മി പാർട്ടി ലക്ഷ്യം കണ്ടു. ബി.ജെ.പിയെ നേരിടാൻ ലക്ഷ്യബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന അനിവാര്യ സ്പേസ് ആം ആദ്മി പാർട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞു. ആപ്പിന്റെ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വന്തം സംഘടനാ സംവിധാനം തിരിച്ചൊന്ന് ബലപ്പെടുത്തി ലക്ഷ്യബോധത്തോടെ ഇറങ്ങിയാൽ ജനങ്ങൾ കൈപിടിക്കാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ കോൺഗ്രസിന് കൊള്ളാം. കോൺഗ്രസിനെ ഇനിയും എന്തിനു വിശ്വസിക്കണം എന്ന ചോദ്യം മുന്നണികളിൽ ഒപ്പം നിൽക്കുന്നവർക്ക് മാത്രമല്ല, കളം മാറി കുതിക്കുന്ന സ്വന്തം നേതാക്കൾക്ക് പോലുമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ആ സംശയമില്ല. കൈകൊടുക്കാൻ മാത്രം ഉറപ്പ് കാണുന്നിടത്തെല്ലാം ജനത ഇപ്പോഴും കോൺഗ്രസിന് കൈകൊടുക്കുന്നു. ബി.ജെ.പിയുടെ അജയ്യമായ അശ്വമേധം തടുക്കാൻ കഴിയാത്തതാണെന്നും ജനങ്ങൾ കരുതുന്നില്ല. വിശ്വസിക്കാവുന്ന ബദലുകൾ മുന്നിലുള്ളിടത്തെല്ലാം ജനങ്ങളത് തെരഞ്ഞെടുക്കുന്നുണ്ട്. തിരിച്ചറിയേണ്ടത് കോൺഗ്രസ് മാത്രമാണ്. ലക്ഷ്യബോധവും നിശ്ചയദാർഢ്യവും